ലെബനനിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയവും സൈനികവുമായ പ്രതിസന്ധി പുതിയ വഴിത്തിരിവിലേക്ക്. ലബനീസ് സർക്കാർ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾക്ക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ബൈറൂട്ടിലെ തെരുവുകളിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ഹിസ്ബുള്ളയുടെ പിന്തുണയോടെ പ്രതിഷേധക്കാർ ടയറുകൾ കത്തുകയും റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 5-നാണ് ലബനൻ മന്ത്രിസഭ ഈ നിർണായക തീരുമാനമെടുത്തത്. ഇസ്രായേലുമായി ദീർഘകാല വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഈ നീക്കത്തിന് ആക്കം കൂട്ടി. ലബനീസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഈ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ അമേരിക്കൻ അംബാസഡർ ടോം ബറാക്ക് ഈ നടപടി ചരിത്രപരം എന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തി. സർക്കാർ നീക്കത്തിനെതിരെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവായ നഈം ഖാസിം ശക്തമായ മുന്നറിയിപ്പ് നൽകി. ലബനനിൽ ഒരാൾ പോലും ശേഷിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി. ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ വരുന്ന സൈന്യത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇത് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയെ തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് വഴങ്ങരുതെന്നും നഈം ഖാസിം ലബനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾ 1975-ലെ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇസ്രായേൽ നടത്തിയ പേജർ സ്ഫോടനവും തുടർന്നുള്ള സൈനിക നടപടികളും ഹിസ്ബുള്ളയെ കാര്യമായി ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 8-ന് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി. ഇസ്രായേൽ സൈന്യം നടത്തിയ സങ്കീർണമായ സൈനിക നീക്കങ്ങൾ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം നശിപ്പിക്കുകയും ആയിരക്കണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹസൻ നസ്രള്ളയെ പോലെ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതും അവർക്ക് വലിയ തിരിച്ചടിയായി. നവംബറിൽ ഇസ്രായേലുമായി വെടിനിർത്തലിന് സമ്മതിച്ചെങ്കിലും IDF ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ അനലിസ്റ്റ് മൊറൻ ലെവാനോയുടെ അഭിപ്രായത്തിൽ ഹിസ്ബുള്ള നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്. എന്നിരുന്നാലും ഹിസ്ബുള്ള സഹകരിക്കാതെ ഈ ദൗത്യം പൂർത്തിയാക്കുക അത്ര എളുപ്പമല്ല. അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഹിസ്ബുള്ളയുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഫോബ്സിന്റെ കണക്കനുസരിച്ച് 2022 ലോകത്തിലെ ഏറ്റവും ധനികമായ മൂന്നാമത്തെ തീവ്രവാദ സംഘടനയായിരുന്നു ഹിസ്ബുള്ള. പ്രതിവർഷം $1.2 ബില്യൺ വരുമാനം നേടിയിരുന്ന അവരുടെ വരുമാനത്തിൽ $800 ദശലക്ഷം ഇറാൻ നൽകിയിരുന്നതാണ്. എന്നാൽ ഇസ്രായേലുമായുള്ള യുദ്ധവും ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ഈ സഹായം ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ സാമ്പത്തിക പ്രതിസന്ധി അവരുടെ പ്രവർത്തനങ്ങളെയും പിന്തുണക്കാരെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്കോളർഷിപ്പുകളും യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കുമുള്ള നഷ്ടപരിഹാരവും മുടങ്ങി. ഇത് ഷിയ വിഭാഗത്തിൽ ഹിസ്ബുള്ളയോടുള്ള വിശ്വാസം കുറയാൻ കാരണമായി. പല കുടുംബങ്ങളും അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ലബനീസ് സൈന്യം ഈ മാസം അവസാനത്തോടെ നിരായുധീകരണ പദ്ധതി സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ദൗത്യം എളുപ്പമല്ല. ലബനീസ് സൈന്യത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ ശേഷിയെക്കുറിച്ച് ഇപ്പോഴും സംശയങ്ങളുണ്ട്. മുൻ യുദ്ധങ്ങളിൽ ഖത്തറിന്റെ സഹായം കൊണ്ടാണ് സൈന്യത്തിന് ഭക്ഷണം പോലും എത്തിക്കാൻ കഴിഞ്ഞത്. മൊറൻ ലെവാനോണി 2 പ്രധാന വഴികളാണ് മുന്നോട്ട് വെക്കുന്നത്. ഹിസ്ബുള്ളയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയും സർക്കാരിന്റെ ഭാഗമാക്കുകയും ചെയ്യുക. ഇത് ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചേക്കും. ഹിസ്ബുള്ളയെ ലബനീസ് സൈന്യത്തിൽ ലയിപ്പിക്കുക. എന്നാൽ ഇറാന്റെ സ്വാധീനം കാരണം ഇത് അപകടകരമായ ഒരു നീക്കമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുമായി ചർച്ച നടത്താനാണ് ലബനീസ് രാഷ്ട്രീയ നേതൃത്വം ആഗ്രഹിക്കുന്നത്. സൈന്യത്തെ ഉപയോഗിച്ചുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക അവർക്കുണ്ട്. ലെബന്റെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾക്കാണ് ഈ നീക്കങ്ങൾ ഉത്തരം നൽകേണ്ടത്. ഹിസ്ബുള്ള അവരുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കുമോ, അതോ ഇസ്രായേൽ ലെബൻ അതിർത്തിയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഈ ശ്രമം പുതിയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുമോ?